ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ലിയോസ് ഫുഡ് ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ ചീസ് ഓണിയൻ റിങ്സ് ആണ് കാണുന്നത്. ഒരു വ്യത്യസ്ത ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഇതിനായി നമ്മൾ ആദ്യം ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കാണാം. നമുക്ക് അണിയൻസ് വേണം, എഗ്ഗ് വേണം, അതുപോലെ ചീസ്, മൈദ, ബ്രെഡ് ക്രംസ്, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ആദ്യം അണിയൻസ്. ഈ അണിയൻസിനെ നമ്മൾ 1/2 ഇഞ്ച് സ്ലൈസായിട്ട് മുറിക്കുക. എന്നിട്ട് അതിൻ്റെ റിങ്സ് കണ്ടില്ലേ, ഈ റിങ്സ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു വലിയ റിങ്ങിൽ ചെറിയ റിങ് ഇറക്കി വയ്ക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചീസ് സ്ട്രിപ്സും ഉണ്ട്, അതുപോലെ സ്ലൈസസും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ചൂസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് മൈദ വേണം, അതുപോലെ ബ്രെഡ് ക്രംസും, പിന്നെ നമുക്ക് എഗ്ഗ്, ബീറ്റൻ ചെയ്ത എഗ്ഗ്, 2 എഗ്ഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ ഗ്യാപ്പിലേക്കെല്ലാം ഈ ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 തരത്തിലും ചീസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി, പെപ്പർ പൗഡർ, അതുപോലെ സോൾട്ടും മിക്സ് ചെയ്യുക. നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം അത് നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലായിടത്തും എല്ലായിടത്തും യോജിക്കണം. അതിനുശേഷം നമ്മൾ ഈ എല്ലാ ഇതിലേക്കും ഈ പറയുന്ന പോലെ ഫില്ല് ചെയ്ത് വെക്കണം. ഇതേപോലെയാണ് ഫില്ല് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഇതേപോലെ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ ഇത് ഫ്രീസ് ചെയ്യാം. ആ 1 മണിക്കൂറിന് ശേഷം നമ്മളത് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മൈദ മാവിലേക്ക് ഈ ഓണിയൻ റിങ് ഇട്ട് നല്ലപോലെ അത് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇത് ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുത്ത് നമ്മളത് നേരെ നമ്മുടെ എഗ്ഗിലേക്ക് അത് ഡിപ്പ് ചെയ്യുക. വീണ്ടും അത് ബ്രെഡ് ക്രംസിലേക്ക് റോൾ ചെയ്യാം. എന്നിട്ട് ആ റോൾ ചെയ്ത മിക്സ് വീണ്ടും നമ്മൾ നമ്മുടെ എഗ് ബീറ്ററിലേക്ക് ഇട്ട് നമ്മളതിലേക്ക് പിന്നെയും ബ്രെഡ് ക്രംസ് ഇടുക. എന്നിട്ട് ഇതേപോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുക്കും. ഈ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലെംസൊക്കെ വരുമല്ലോ, കൂട്ടം കൂടി നിൽക്കുന്നതെല്ലാം നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം ഇതുപോലെ. അതിന് ശേഷം നമ്മൾ ഓയിൽ ചൂടാക്കുക. മീഡിയം ഫ്ലെയിമിൽ ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ ഈ റിങ്സ് ഇട്ട് കൊടുക്കുക. അത് എന്താ പറയുക, നമ്മൾ മീഡിയം ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ 2 മിനിറ്റ് കഷ്ടി മതി ഇത് നമുക്ക് കുക്കായി വരാനായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആവും, കരിയാൻ വരരുത്, കരിഞ്ഞാൽ ടേസ്റ്റ് പോവും. അതുകൊണ്ട് ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് അത് കോരാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, രണ്ടും ഫ്ലിപ്പ് ചെയ്തിടാനും ശ്രദ്ധിക്കണം. സംഭവം സെറ്റാണ്. അപ്പോൾ നമ്മുടെ ഓണിയൻ റിങ്സ് കിടിലമായിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ഇതേപോലെ ടെക്സ്ചർ പോലെ തന്നെയാണ്, നല്ല ക്രിസ്പിനെസ്സാണ് സംഭവത്തിന്. കിടിലൻ സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വ്യത്യസ്തമായ ഇത്തരം സ്നാക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഈ ലിയോസ് ഫുഡ് ലാബിലേക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.